നമസ്കാരം. അഞ്ചാമത് അഖില ഭാരതീയ പാണ്ഡവീയ മഹാസത്രത്തിന് ഇക്കുറി വേദിയാകുന്നത് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രമാണ്. നമുക്കറിയാം, മധ്യ തിരുവിതാംകൂറിലെ 5 പഞ്ചതിരുപ്പതികൾ, അതായത് തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഞ്ചമഹാ ക്ഷേത്ര ദർശനം, അതായത് 5 അമ്പല തിരുപ്പതി ദർശനം നടക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാണ്ഡവീയ സത്രം ആരംഭിക്കുകയുണ്ടായി. അത് യഥാക്രമം ഈ ഓരോ പാണ്ഡവ സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങളിലും ആചരിച്ചു വരികയാണ്. ഇതിൽ ആദ്യത്തേത് നടന്നത് തൃച്ചിറ്റാറ്റ് അമ്പലത്തിലാണ്, രണ്ടാമത് തൃപ്പുലിയൂരായിരുന്നു. തിരുവാറന്മുളയിലും തിരുവൻവണ്ടൂരും യഥാക്രമം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്നു. ഇക്കുറി സഹദേവ തിരുപ്പതി എന്നറിയപ്പെടുന്ന പാണ്ഡവരിൽ 5ാമനായ സഹദേവന്റെ തേവാരമൂർത്തിയായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ക്ഷേത്രമായ തൃക്കൊടിത്താനം ക്ഷേത്രത്തിലാണ് ഈ പാണ്ഡവീയ മഹാസത്രം നടക്കുന്നത്. വലിയ രീതിയിൽ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ഈ സത്രത്തിന് വേണ്ടി ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുന്നത്. എന്തായാലും ഇവിടുത്തെ ഈ സത്ര വിശേഷങ്ങൾ, സത്രത്തിന്റെ ഒരുക്കങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്ര ഭാരവാഹികളോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. പാണ്ഡവീയ മഹാവിഷ്ണു സത്രം ഇവിടെ സമാരംഭിക്കാൻ പോകുന്നത് 5ാമത് സത്രമാണ്. ആദ്യം തൃച്ചിറ്റാറ്റ്, പിന്നീട് തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ എന്നിങ്ങനെ 4 സത്രങ്ങൾക്ക് ശേഷമാണ് 5ാമത് സത്രം സഹദേവ തിരുപ്പതിയായ ഈ തൃക്കൊടിത്താനം മഹാക്ഷേത്ര സന്നിധിയിൽ സമാരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുന്നത് ഈ മഹാസത്രം നടക്കാൻ പോകുന്ന സത്രവേദിയുടെ നിർമ്മാണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ 51 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാനാരായണീയ യജ്ഞം, അത് കഴിഞ്ഞ മാർച്ച് മാസം 22-ാം തീയതി ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറാണ് ദീപം തെളിച്ച് തുടക്കം കുറിച്ചത്. അത് സമാപിക്കുന്നത് 11-ാം തീയതി നരസിംഹ ജയന്തി ദിനത്തിൽ ഇവിടെ നടക്കുന്ന മഹാനാരായണീയത്തോടനുബന്ധിച്ച്. ആ മഹാനാരായണീയത്തിൽ ഏതാണ്ട് 3000-ഓളം നാരായണീയ പാരായണത്തിനായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഇതിനോടകം തന്നെ ഏതാണ്ട് 100 കണക്കിന് നാരായണീയ സമിതികൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നാരായണീയ സമർപ്പണം ആരംഭിക്കും. ഏതാണ്ട് 3 മണിയോടുകൂടി പൂർത്തിയാകും. ആ നിലയിൽ 100 കണക്കിന് സമിതികൾ ഇതിനോടകം തന്നെ അവരുടെ സമർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയും ഏതാണ്ട് ഒരു 50-60 സമിതികൾ കൂടി ഈ മെയ് 11 മുമ്പായി എത്തിച്ചേരാറുണ്ട്. അവരെല്ലാവരും ഇവിടെ നടത്തുന്ന ഈ പാരായണത്തിൻ്റെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ഒരു യാഗഭൂമിയാക്കി മഹാക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തെ മാറ്റിയിട്ടുണ്ട്. ഈ 11-ാം തീയതി തന്നെ അന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത നരസിംഹ ജയന്തി ദിവസമാണ്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവിനും നരസിംഹത്തിനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നരസിംഹ ജയന്തി ദിനത്തിൽ സമാരംഭിക്കുന്ന ഈ യജ്ഞം അതൊരു മഹാസംഭവം തന്നെയായിരിക്കും. അന്ന് നരസിംഹ ഹോമം എന്നുള്ള നിലയിൽ നടക്കുന്ന ചടങ്ങുകൾ വേറെയുണ്ട്. അതുപോലെ വലിയ കാഴ്ചശീവേലിയുണ്ട്. അങ്ങനെ ഈ സത്ര സമാരംഭ ദിവസം എന്ന് പറയുന്നത് ഈ കരയ്ക്ക് മാത്രമല്ല, ഈ 5 ക്ഷേത്രങ്ങളുടെയും കരകൾക്കെല്ലാം ചേർന്നിട്ടുള്ള ഒരു വലിയ മഹോത്സവമായി തന്നെയാണ് ആചരിക്കാൻ പോകുന്നത്. 10-ാം തീയതി ഈ 5 ക്ഷേത്രങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വിഗ്രഹങ്ങൾ, നമ്മുടെ സത്രവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള 5 കൃഷ്ണ വിഗ്രഹങ്ങൾ, അതാത് ക്ഷേത്രങ്ങളിലെ ഭഗവാന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന വിഗ്രഹങ്ങൾ, അത് അവിടെ നിന്നും വലിയ രഥത്തിൽ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. നമ്മുടെ പെരുന്ന തൃക്കണ്ണാപുര ക്ഷേത്ര സന്നിധിയിൽ നിന്നും അത് തൃക്കൊടിത്താനത്തേക്ക് ഒരു വലിയ സ്വീകരണമായി എത്തിച്ചേരും. അപ്പോൾ ആ ഒരു രഥയാത്ര അപ്പോൾ അവിടെ നിന്നും സമാരംഭിച്ച് ഇവിടെ എത്തിച്ചേരുന്ന തുടർന്ന് നടക്കുന്ന ആ വിഗ്രഹങ്ങൾക്കുള്ള വരവേൽപ്പ്, അതിനുശേഷം ആ വിഗ്രഹങ്ങൾ അന്നേ ദിവസം ഇവിടെ വിളക്ക് തെളിച്ച് സൂക്ഷിക്കുകയും പിറ്റേന്ന്
ആ 5 വിഗ്രഹങ്ങളും 5 ക്ഷേത്രങ്ങളുടെ തന്ത്രിമാർ തന്നെയാണ് ഈ സത്രവേദിയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അത് ഈ സത്രത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഈ സത്രത്തെ സംബന്ധിച്ചിടത്തോളം പൂജകൾക്കും അതേപോലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതേസമയം തന്നെ ഏതാണ്ട് മുഴുവൻ സമയവും പ്രഭാഷകരുടെ നീണ്ട നിര, പ്രഗത്ഭരായ പ്രഭാഷകർ. ആദ്യ ദിവസം അശ്വിനി തിരുനാൾ തമ്പുരാട്ടി സമാരംഭിക്കുന്ന പ്രഭാഷണ പരമ്പര, തുടർന്ന് പ്രഗത്ഭരായ ഒട്ടേറെ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഒരു ആ വേദിയും സമ്പുഷ്ടമാണ്. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള ഈ മഹാസത്രത്തിന് കേരള സമൂഹം മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും എല്ലാ അന്യദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 5 ക്ഷേത്രങ്ങളിൽ തൊഴാൻ അങ്ങനെ കൃത്യമായിട്ട് അനേകം ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം വരവേൽക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ്. വരുന്ന 4-ാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണൻ അവർ നമ്മുടെ ക്ഷേത്ര സംഗമത്തിൽ എത്തിച്ചേരും. അന്ന് സത്രം സമാരംഭിക്കുന്നതിന് മുന്നോടിയായി സത്ര സമാരംഭ വിളംബര സഭ എന്നുള്ള നിലയിൽ ഇവിടെ ചേരുന്ന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആ നിലയിലാണ് ഇതുവരെയുള്ള പരിപാടികളുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയും ധാരാളം തയ്യാറെടുപ്പുകൾ പൂർത്തിയാവാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് പൂർത്തിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5ാമത് അഖില ഭാരതീയ പാണ്ഡവീയ മഹാസത്രവും ലോകമെമ്പാടും എത്തിക്കാൻ തത്വമയി ഒരുങ്ങുകയാണ്. കാര്യം കഴിഞ്ഞ 2 വർഷങ്ങളിൽ, അതായത് 3ാമത്തെയും 4ാമത്തെയും അഖില ഭാരതീയ പാണ്ഡവീയ സത്രം ലോകത്തിന് മുന്നിൽ എത്തിച്ചത് തത്വമയി നെറ്റ്വർക്കാണ്. തിരുവാറന്മുളയിൽ നിന്നായിരുന്നു 3ാമത്തെ ഭാരതീയ പാണ്ഡവീയ സത്രം. അതുപോലെ 4ാമത്തെ പാണ്ഡവീയ സത്രം നടന്നത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു. ഇക്കുറി 5ാമത്തെ പാണ്ഡവീയ സത്രം തൃക്കൊടിത്താനത്തിന്റെ മണ്ണിൽ നിന്നും ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കുന്നത് തത്വമയി നെറ്റ്വർക്ക് തന്നെയാണ്. സത്രത്തിന്റെ സമാരംഭം മുതൽ അതിന്റെ പര്യവസാനം വരെയുള്ള എല്ലാ ചടങ്ങുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് HD ദൃശ്യ മികവിൽ തത്വമയി നെറ്റ്വർക്കിലൂടെ കാണാവുന്നതാണ്. ഇപ്പോൾ തൃക്കൊടിത്താനത്ത് അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്ര കവാടത്തിന് മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ RS അഭിരാമിനൊപ്പം സനോജ് നായർ, തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.